ഹലോ ഗായ്സ്, ബിഗ് ബോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ട് തീർത്തേ ഉള്ളൂ. ഇന്നത്തെ പ്രധാന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നൂറയും അനുമോളായിട്ടുള്ള മെയിൻ ഇഷ്യൂ ആട്ടോ. സോ അതിൽ അനുമോളെ കിടന്ന് കരയുണ്ട്. അതായത് ഇപ്പോഴും പുറത്ത് പോകുന്നൊരു ന്യൂസ് എന്ന് പറയുമ്പോൾ അനു അതിലെ പോകുന്ന നേരത്ത് ആ പേപ്പറിൻ്റെ അകത്ത് എഴുതി കൊടുത്തത് PR നമ്പറാണെന്നും പുറത്ത് പോയിട്ട് അക്ബറിനെ കരിവാരി തേക്കണമെന്ന് പറഞ്ഞൊരു ഐറ്റം ആണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഓൾമോസ്റ്റ് ക്ലിയർ ആയി. അതായത് അതിൽ തന്നെ മാറ്റി, ഇത് അതിലയുടെ ആദ്യത്തെ ഒരു തെറ്റിദ്ധാരണയാണോ ഇത് PR നമ്പറാന്നുള്ളത്. പക്ഷെ പിന്നീട് ക്ലിയർ ആയത് ഇത് അനുമോളുടെ ചേച്ചിയുടെ അനുമോളുടെ മൂന്നാമത്തെ ഏത് നമ്പറാന്നൊക്കെയാണ്. പക്ഷേ ലാസ്റ്റ് പറയുന്നത് അനുമോള് അല്ല അതിലിപ്പോഴും അക്ബറിനോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമ്പർ അനുമോളുടെ തന്നെയാണ്, പക്ഷെ പുറത്ത് പോകുമ്പോൾ അക്ബറിനെ കരിവാരി തേക്കാം അങ്ങനെ എന്തൊക്കെയോ ഒരു ആസ്പെക്റ്റിലാണ് കാര്യങ്ങൾ സംസാരിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അനുമോളിപ്പോൾ കരയുന്നത് വീണ്ടും അകത്ത് ഭയങ്കര ടോർച്ചറിങ് പുള്ളിക്കാരനല്ല അവരിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കിടന്ന് കരയുന്നത് അതായത് ആ പേപ്പർ നൂറയുടെ കയ്യിലെ പേപ്പർ അല്ലെങ്കിൽ അവരുടെ കബോർഡിലെ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. അപ്പോൾ നൂറ പറയുന്നുണ്ട് ഞാൻ ഇതിൽ ബന്ധുവില്ല, എന്നെ ഇതിൽ പങ്കാളിയാക്കണം എന്നൊക്കെ നൂറ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നൂറ അതിലയുടെ ഒരു എന്താ പറയുക ഒരു പാർട്ട്ണറാണ്. ആ സ്ഥിതിക്ക് നൂറ അത് ശരിക്കും കാണിച്ചു കൊടുക്കേണ്ടതല്ലേ, പുള്ളിക്കാരെ അത് ശരിക്കും കാണിക്കണമായിരുന്നു. അല്ലെങ്കിൽ അനുമോളോട് പോയിട്ട് കബോർഡ് തുറക്കാൻ പറയുന്നുണ്ട്, എന്നിട്ട് അള്ളാഹു സത്യം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന റീൽസ് എന്താണെന്നറിയോ, നൂറ പേപ്പർ കളയാൻ പോകുന്നത്, അതെടുത്ത് മാറ്റുന്നത്, അതിൻ്റെ ഒരു ഫുൾ വേർഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് നൂറ അതേ പേപ്പർ കൊണ്ടേ കളയുന്നു എന്നുള്ളതാണ്. അനുവിൻ്റെ കബോർഡിലെ പേപ്പർ കാണിക്കുന്നത് അതിൽ ഐലൈനർ കൊണ്ട് എന്തോ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് അനുവിൻ്റെ കയ്യിലെ പേപ്പർ സേവാണ്, പക്ഷെ നൂറയുടെ കയ്യിലെ പേപ്പർ സേവ്ഡ് അല്ല. മീൻസ് നൂറ അത് കാണിക്കാൻ വില്ലിങ് അല്ല. പുള്ളിക്കാരി എല്ലാവരും ഇന്ന് അനുവിൻ്റെ മെക്കെട്ട് കയറിയത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. എല്ലാവരും എന്ന് വെച്ചാൽ മെക്കെട്ട് കയറിയെന്നല്ല, ഒരാൾ അതായത് അനു ജിഷിൻ്റെ അടുത്ത് എല്ലാം ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പുള്ളിയുടെ വായന ഇങ്ങനെ കേട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി പുറത്ത് ഇങ്ങനെ ഒരു കാര്യം പോകുന്നുണ്ടെന്ന് മനസ്സിലപ്പോൾ അനുവിന് ഭയങ്കര സങ്കടമായിട്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഫോമിലോട്ട് വരുന്നത്. എല്ലാവരും ഇങ്ങനെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ റിയാലിറ്റി ആർക്കും ഇപ്പോഴും അറിയാത്തൊരു മട്ടിലാണ് കാര്യങ്ങൾ. ഈ പേപ്പർ കയറിയതോ ലൈവൊന്നും അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റില്ലല്ലോ. സോ കണ്ടസ്റ്റൻസ് ഏകദേശം സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിൽക്കുന്നുണ്ട്. ഇന്ന് ബിൻസിയും ഷൈത്തും അദ്ദേഹം സ്ക്രീൻ സ്പേസ് എടുത്തിട്ട്, കാരണം ഇത് അവരുടെ വിഷ്വൽ അവർക്ക് കാര്യങ്ങൾ അറിയില്ല. അക്ബറാണ് മെയിനായിട്ട് ഇവിടെ ട്രിഗറായിട്ട്. അക്ബറിൻ്റെ ഒരു ക്യാരക്ടർ എനിക്കല്ല. അക്ബർ ഇപ്പോൾ കംപ്ലീറ്റ്ലി അക്ബറിനെ മനസ്സിലായി. അനു ഇപ്പോൾ ടോപ്പിലുണ്ട്, അനു ജയിക്കാനുള്ള ഒരു സ്കോപ്പ് ഇടുന്ന അക്ബറിനും പിന്നെ അതിൻ്റെ അകത്ത് കുറേ പേർക്കൊക്കെ അറിയാം. സോ എല്ലാവർക്കും ഇപ്പോൾ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയാണ് ലിറ്ററലി വരുന്നത്. അതായത് എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരെ അക്ബർ 24 മണിക്കൂറും പറയുന്നുണ്ട് ബാക്കിയുള്ളവർ തേജോധം ചെയ്യരുത്. മിറർ ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ അക്ബർ ഭയങ്കര അടിപൊളിയായിട്ട് സ്പീച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവർ ചെയ്യുന്നത് ഇവരുടെ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നൊരു തെറ്റ് ഇവരറിയുന്നില്ല. ഇവരൊക്കെ ലിറ്ററലി കാല് വാരുന്നുണ്ട് എല്ലാവരും. പക്ഷെ ആരും ചെയ്യുന്നത് മാത്രം മുഴച്ച് നിൽക്കാന്നാണ്. അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല. ടോപ്പ് 3 അനീഷ് വരുന്നു എന്ന് കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. അനീഷിൻ്റെ ഭാഗത്തൊന്നും ഈ വക പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഞാൻ പറയും ഇതിലത്തെ ആണുങ്ങളെ ബാക്ക് സ്റ്റാപ്പിങ് എനിക്ക് തോന്നുന്നു കുറവാണ്. പെണ്ണുങ്ങളുടെ വായനാണ് ഇത്രയും വിഷവാക്കുകളും പ്രവർത്തികളും ഈ ബാക്ക് സ്റ്റാപ്പിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും ഈ സീസണിലെ ഫീമെയിൽ കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു നിന്നാണ് കുറേ പിഴവുകൾ വരുന്നത്. അതായത് പ്രോബ്ലം ക്രിയേറ്റേഴ്സ് കൂടുതലും ഫീമെയിൽസാണ്. ബോയ്സ് പെട്ടെന്ന് അവരെ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫീമെയിൽസാണ് അത് ഡ്രാഗ് ചെയ്ത് ഈഗോ ആയിട്ട് ഇഷ്യൂ കൂടി അങ്ങനെ അവരിലാണ് കൂടുതൽ പ്രോബ്ലംസ് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. സോർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പ്രോബ്ലം അവർക്ക്. നല്ല ഈഗോൾ ടീംസാണ് ഇത്തവണത്തെ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത്. ഇതൊരു ഗെയിമാണ്, എല്ലാവർക്കും കപ്പ് വേണം, 40 ലക്ഷം വേണം, 50 ലക്ഷം വേണം. സോ അതിൻ്റെ ബേസിലായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അക്ബർ ഇത്തവണ പറയുന്നത് ഞാൻ ആരെയും കാല് വാരിയിട്ടില്ല, തേജോധം ചെയ്തിരുന്നു. പക്ഷെ ഈ തവണ അക്ബറിന് ഒരു ഹിന്റ് കിട്ടി പുറത്ത് ആര്യൻ്റെ വാങ്ങി. ആര്യൻ എന്തിനാ അത്, പുള്ളിക്കാരനത് പറയാൻ പാടില്ലായിരുന്നു. ആര്യൻ പുറത്ത് വന്നിട്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് അതൊക്കെ ഭയങ്കര, ബിഗ് ബോസ് സത്യം പറയല്ലോ ബിഗ് ബോസ് ഭയങ്കര വില്ലനായിട്ട് ഇവിടെ കളിക്കുന്നുണ്ട്. ലിറ്ററലി ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ, ഈ 50 ലക്ഷം പൈസയിൽ നിന്ന് നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ പൈസ എടുക്കുന്നതും പിന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ അകത്തേക്ക് ഡീറ്റെയിൽസ് വിടുന്നതും അത് ഉപയോഗിച്ചിട്ട് ഇവർ പരസ്പരം കാൻഡിഡേറ്റ്സിൻ്റെ കരിവാരി തേക്കുന്നതും ഇതൊക്കെ നല്ല കാര്യമില്ല. ഇത് ഈ ബിഗ് ബോസ് ഷോ തന്നെ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ ആക്ച്വലി തോന്നുന്നത്. അതത് സത്യം പറയല്ലോ ഒരാൾക്കും കപ്പ് കൊടുക്കാൻ തോന്നുന്നു. കാരണം എല്ലാവർക്കും കുറേ കാര്യങ്ങൾ, കുറേ ലൂപ്പ് ഹോൾസ് എല്ലാവരുടെയും ഇതിലുണ്ട്, മനസ്സിലുണ്ട്. സോ അത് വെച്ചിട്ട് എല്ലാവരും കളിക്കാൻ നിൽക്കും, അത് തെറ്റാ. അടുത്ത സീസണിൽ PR പോലും ഇല്ലാണ്ടാക്കണം എനിക്ക് തോന്നുന്നത്. കാരണം അതും കുറേ പേര് അത് പൈസ കൊടുത്തിട്ട് വോട്ട് മറിക്കുന്നൊക്കെ ഉണ്ട്. അതൊന്നും ആക്ച്വലി നല്ലതല്ല. അത് കൺട്രോൾ ചെയ്യാനൊന്നും നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതിപ്പോൾ PR എന്നുള്ളത് ആൾക്കാരുടെ മനസ്സിലുള്ള PR എന്ന് പറയുമ്പോൾ എന്താ, പബ്ലിക് റിലേഷൻസ്. അതായത് ആൾക്കാരെ ഫോട്ടോ വീഡിയോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അവരെ ഡെയിലി ഇങ്ങനെ അവരെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വീഡിയോസ്
ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ഇവിടെ പി ആർന്ന് ലിറ്ററലി ഇവരുടെ അകത്ത് കണ്ടസ്റ്റൻസിൻ്റെ പി ആർ എങ്ങനെയാണെന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ട് വോട്ട് മറിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അത് ആക്ച്വലി നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അടുത്ത സീസണിലെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിയാൽ നന്നായിരിക്കും. സ്ട്രിക്റ്റ് ആയിട്ട് പി ആർ തന്നെ വേണ്ട. ബിഗ് ബോസിൻ്റെ അകത്ത് നമ്മൾ മത്സരാർത്ഥികൾ എന്ത് കാണുന്നു, മത്സരാർത്ഥികൾ എങ്ങനെ കാണുന്നു, അങ്ങനെ പോട്ടെ ഷോ. പി ആർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയുക, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പത്. പിന്നെ അവരെ കുറേ ഇൻ്റർവ്യൂസ് അവരെന്താ പറയുക, ബിഗ് ബോസ് ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഓരോ ചാനൽസ് അവർ ഇൻ്റർവ്യൂ കൊടുത്തു വെക്കും. അത് കഴിഞ്ഞിട്ട് എവിക്റ്റ് ആവാത്തവരിങ്ങനെ അവരെ പുതിയ എന്താ പറയുക, അവരെ പുതിയ ഇൻ്റർവ്യൂസിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിലവർ പറയുന്നതും ബിഗ് ബോസിൻ്റെ അകത്ത് പറയുന്ന നമ്മളൊരു കമ്പാരിസൺ വരും. അങ്ങനെ കുറേ ഫ്രോഡ് തരം അവർ ബിഗ് ബോസ് ഇൻ്റർവ്യൂവിൽ ഒരെണ്ണം പറയും, ആ ഇൻ്റർവ്യൂവിൽ ഒരെണ്ണം പറയും, ബിഗ് ബോസിന് അകത്ത് അവർ വേറെ ഒരു ടേമിലൊക്കെ നിൽക്കുന്ന പോലെ നമുക്ക് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കുറേ കണ്ടസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ അത് കംപ്ലീറ്റ് ഒഴിവാക്കിയിരിക്കും നല്ലത്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഭയങ്കര എന്താ പറയുക, ഈ അടി തന്നെയായിരുന്നു. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ അടി തന്നെ. അതായത് അനുമോളുടെയും അക്ബറിൻ്റെ ഇഷ്യൂ ഇങ്ങനെ ഫയറപ്പായിട്ട് വരുന്നത്. അതായത് അക്ബർ ഇനി അനുമോൾ മിണ്ടില്ലെങ്കിൽ മെന്നിനോട് വേണ്ട താല്പര്യമില്ല, നീ എന്നെ പുറത്ത് കരിവാരി തേക്കുകയാണ്, പുറത്ത് എന്നെ പി ആർ ഉപയോഗിച്ചിട്ട് എൻ്റെ വോട്ട് മറിക്കുകയാണ്. അക്ബർ എന്നുള്ള കണ്ടസ്റ്റൻ്റൊക്കെ കുറേ തവണ എനിക്ക് അക്ബറിൻ്റെ സത്യമല്ല, അക്ബറിൻ്റെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അക്ബറിൻ്റെ ആ ഒരു എന്താ പറയുക, അവരൊരു പുള്ളിക്കാരൻ്റെ ഒരു ജെനുവിനിറ്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ വൈഫ് ബിഗ് ബോസ് ഷോയിൽ വന്നപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷെ പിന്നെ അക്ബർ ഒരു നെഗറ്റീവിലൊക്കെ പോകുന്നത്, അതായത് വാ തുറക്കുന്നത് ബാക്കിയുള്ളവരെ കുറ്റം പറയാനും പാട്ട് പാടാനും, അല്ല ചിലപ്പോൾ അവർ സിറ്റുവേഷൻസ് അങ്ങനെയാവാന്ന് പറഞ്ഞ് ന്യായീകരിക്കാം. അവിടെ നടക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ എന്താ പറയുക, ഒരു അനുവിൻ്റെ കണ്ടന്റ് അനു തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല. അനുവിൻ്റെ പി ആർ, ഞാൻ ആരും പി ആർ അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ അനുവിനെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മേജർ കാരണം ഇത്രേ ഉള്ളൂ. പുള്ളിക്കാരി ഇങ്ങനെ ബാക്കിയുള്ളവരെ പറയുന്നുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ അക്ബറിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഗെയിംസിനിടയിൽ ഇങ്ങനെ എന്താ പറയുക, ഫീമെയിൽ കാർഡ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ അനുവിൻ്റെ ഭാഗത്തുനിന്ന്, ചില ടാസ്കിലൊക്കെ അനു ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇത് നല്ലതല്ല, അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് കുറേ ഗെയിംസിൽ നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, ചിലപ്പോൾ കണ്ടസ്റ്റൻ്റ് പോലും വിചാരിക്കാത്ത കുറേ തെറ്റുകൾ അനു കണ്ടസ്റ്റൻ്റ് മേത്തേക്ക് ഇടാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഈക്വലി ബാക്കിയുള്ള കണ്ടസ്റ്റൻസും തെറ്റുകൾ പറയുന്നുണ്ട്. ബാക്കിയുള്ളവരെ നെഗറ്റീവ് ആദിലൊക്കെ ആര്യൻ മറ്റേ നൂറയുടെ ആര്യൻ്റെ കേസിൽ ആദിലാണ് ഒരു ഇഷ്യൂ കൊണ്ടുവരുന്നത്. കൂളായിട്ട് പുള്ളിക്കാരി ആര്യന് എന്താ പറയുക, ഇങ്ങനെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട്. അതായത് നെഗറ്റീവ് ആക്കാൻ മീൻസ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പുള്ളിക്കാരിക്ക് വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിയാണ്ട് അതിലൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇന്നലെ സോറി പറയുന്ന ടാസ്കിൽ അതിൽ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഡബിൾ മീനിങ് ജോക്സ് പറയാറുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര വൈബുണ്ട്. അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് എങ്ങനെയാണ് ആര്യനെ വേറെ കണ്ണികൂടെ കാണാൻ നോക്കുന്നത്? ലൈക്ക് അതൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സ്ട്രീം കാര്യങ്ങളായി പോയി. പുള്ളിക്കാരി പറയുന്നത് ഒന്ന് ചെയ്യുന്നത് വേറൊരു ഹിപ്പോക്രൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അതിൽ ചെയ്യുന്ന മിസ്റ്റേക്സ് അറിയുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എതിരെയായിട്ട് നെഗറ്റീവ് പറയുന്ന സമയത്ത് ഒന്നും ആലോചിക്കുന്നില്ല. അനുമോളെ ഈക്വലി നമ്മൾ കുറ്റം പറയാണ്ട് സമ്മതിച്ചു, പക്ഷെ ഈക്വലി ആ തെറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് പ്രശ്നം വരുമ്പോൾ അത് അനുമോൾക്ക് മാത്രമായിട്ട് ആ ബാനർ വരുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവും. അത് എന്തുകൊണ്ടാണ് കണ്ടസ്റ്റൻസ് ഫുൾ അനുമോൾക്കെതിരെ തിരിയുന്നതും, അതായത് ബാക്കിയുള്ളവർ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഡൗൺ ആവേ പോവുകയും അനുമോൾ ചെയ്യുന്ന പ്രോബ്ലം മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി അനുമോൾ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ച് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതാണോ? അങ്ങനെ റീസൺ, കാരണം അനുമോൾ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആണ്. പുള്ളിക്കാരിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, ബാക്കിയുള്ളവരൊരു ഗ്രൂപ്പിൽ പെട്ടാലും അനുവിൻ്റെതായ ഇപ്പം അനുവിനെ ഒറ്റപ്പെടുത്തൽ അനു സർവൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഫ്രണ്ട് ഇല്ലാണ്ട് ഇപ്പം നൂറയൊക്കെ ഇവിടെ നിൽക്കുന്നത് ആദിലയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ആദില്ലാത്ത കാരണം നൂറയൊക്കെ ഇപ്പം ആദിലിപ്പോൾ ഇത്ര ലേറ്റായിട്ട് പോയത് തന്നെ നൂറയുടെ ഭാഗ്യം. കാരണം ഇതുവരെ അവർ പിടിച്ചിരുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈച്ച് അതർ ഉണ്ട്. അന്ന് അനുവൊക്കെ പിടിച്ചിരുന്നത് ഇൻഡിവിജ്വാലിറ്റി തന്നെയാണ്. എന്താ പറയുക, ആദില നൂറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആദിലും നൂറയും അനുവിൻ്റെ ഫ്രണ്ടാണ് ഇവർ, ഇങ്ങനെ പാട്ട ഗേൾസ് എന്നുള്ള പേരിലാണ് ഇവരുള്ളത്. പക്ഷെ എത്ര തവണ അനുവിനെ വിട്ടിട്ട് ആദിൽ അവിടെ പോയിരിക്കും, നൂറയും ആദിലും വേറെ ഗ്യാങ് മാറിയിരിക്കും. അപ്പോഴൊക്കെ അനു ഒരിക്കലും പ്രഷർ കൊടുത്തിട്ടില്ല, ഞങ്ങളൊപ്പം വന്നിരിക്കുന്നു. അങ്ങനെ അത് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഒന്നുമല്ല. പുള്ളിക്കാരുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പുള്ളിക്കാരിക്ക് അറിയാം എവിടെ ഗെയിം കളിക്കാനാണ് വന്നത്,
ലെറ്റ് ഇറ്റ് ബി, അങ്ങനെ അവരൊക്കെ അപ്പോൾ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. അല്ലാണ്ട് ആരെയും അങ്ങനെ പ്രഷറൈസ് ചെയ്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അനുവിനില്ല. അതാണ് പുള്ളിക്കാരി. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് പുള്ളിക്കാരിക്ക് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു പുള്ളിക്കാരിക്ക് പുറത്ത് ഇത്ര സപ്പോർട്ട് ഉള്ളത്. പിന്നെ കരിവാരി തേക്കലും കുറവാണ്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് പറയും, ഇവൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അത് കറക്റ്റാന്നല്ല, എന്നാൽ പോലും ബാക്കിയുള്ളവരും തുല്യമായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയാറുണ്ട്. ബിൻസി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ശൈത്യ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. എന്നാൽ അതിൽ അനുമോളുടെ മാത്രം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുക. ഇപ്പം ഇന്നലെയും അത് എന്തോ എനിക്കറിയില്ല, അത് പുള്ളിക്കാരി ഒന്നെങ്കിൽ എന്താ പറയാ മുളയിൽ നമ്മൾ നുള്ളി കളയണം എന്ന് പറയും വക കാര്യങ്ങൾ. അതായത് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അത് കട്ട് ചെയ്യുക, മീൻസ് അതല്ലാന്ന് പ്രൂവ് ചെയ്യുക. ആരും എനിക്ക് തോന്നുന്നു പ്രൂവ് ചെയ്യാൻ പോലും പോകുന്നില്ലെന്നോ, അത് ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞോട്ടെ. അനുവിന് പറ്റുന്ന തെറ്റാതാ. തുടക്കത്തിലേ ആ ചീട്ട് കീറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ ഒരു കള്ളത്തരം പൊക്കിയിരുന്നെങ്കിൽ ഇത്രയും എഫക്റ്റ് ആവില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇത്രയും വലിയൊരു ബോംബ് പൊട്ടൂലായിരുന്നു അനുവിൻ്റെ പേരിൽ. ഇതിപ്പോൾ പുള്ളിക്കാരി കണ്ണടച്ചുകൊണ്ടാണോ അറിയാഞ്ഞിട്ടാണോ എല്ലാ പ്രോബ്ലംസും പുള്ളിക്കാരുടെ പേരിൽ അക്യുമുലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ അത് വലിയ ബോംബായിട്ട് പൊട്ടുക, പുള്ളിക്കാരി അവിടെ വിക്റ്റിമായി മാറി, എല്ലാവരും കോർണർ ചെയ്തു, പുറത്തും എന്താ പറയുക പുറത്തുനിന്നും നെഗറ്റിവിറ്റി വരാം. അത് തുടക്കത്തിലെ അനു അതിനെതിരെ വോയിസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും വരെ കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് എൻ്റെ ഒരു അനലൈസിങ്. കാരണം ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നല്ല തെറ്റുണ്ട്, പക്ഷേ അവിടെ ഈക്വലി തെറ്റ് ചെയ്യുന്നവരുണ്ട്, ഈക്വലിയും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവരുണ്ട്. പക്ഷെ അനുവിൻ്റെ പേര് മാത്രമായിട്ട് ഇങ്ങനെ വന്നിക്കുക. അപ്പം തോന്നും അതാണ് ഈ ഒരു ബിഗ് ബോസിൻ്റെ ഒരു ഇത്. ഇപ്പോൾ അനുപ്പ് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇത്രയും പേരെ ഒറ്റയ്ക്ക് ഒരുമിച്ച് ഒരാളെ കോർണർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറോ പരിവേഷം കിട്ടുക. അത് തെറ്റ് ചെയ്തുകൊണ്ടല്ല, അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുമില്ല, അത്രയും വലിയൊരു നെഗറ്റിവിറ്റി പുള്ളിക്കാരി ഇവിടെ ചെയ്തിട്ടില്ല. പുള്ളിക്കാരിയുടെ ഗെയിം കളിക്കുന്നുണ്ട്, ഗെയിം സ്ട്രാറ്റജി ഇല്ലാണ്ട് വന്നു. പുള്ളിക്കാരുടെ സ്ട്രാറ്റജി നല്ല യൂണീക്ക് സ്ട്രാറ്റജി തന്നെയാണ്. പക്ഷെ ആരെയും എന്താ പറയുക അങ്ങനെ നെഗറ്റീവാക്കി ചിത്രീകരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അത് ആ ഒരു നേരത്തെ എല്ലാവരും പറയുന്ന തെറ്റ് തന്നെയാണ് പറയുന്നത്. പക്ഷെ കൂട്ടത്തോടെ ഇത് കേൾക്കുമ്പോൾ പുള്ളിക്കാരുടെ മിസ്റ്റേക്ക് മാത്രം ഇങ്ങനെ ഹൈലൈറ്റിൽ വരാം. അവിടെയാണ് ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഇവിടെ സപ്പോർട്ട് കിട്ടാൻ കാരണം അത് തന്നെയാണ്. കാരണം എല്ലാവരും ചെയ്ത തെറ്റാണ്. എന്നാൽ പുള്ളിക്കാരിനെ കോർണർ ചെയ്യുമ്പോൾ അവിടെ അനുവിന് വോട്ട് കൂടും, അനു ജയിക്കാനാ ചാൻസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടോപ്പിൽ ഇതിൻ്റെ റോളൊന്നും എനിക്ക് 1, 2, 3 ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അനു, അനീഷ്, നെവിൻ, ഇവർ 3 പേരും ടോപ്പിൽ വരാൻ ചാൻസ് ഉണ്ട് എനിക്ക്. കാരണം നെവിൻ ഇപ്പോൾ നല്ലൊരു മനുഷ്യനെ തോന്നി. ഇന്ന് അനുവിനെ കുറെ മനസ്സിലാക്കാൻ നടക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങൾ സോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് പണ്ടൊന്നും നെവിൻ സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള കാലത്ത് ഇടപെട്ടിട്ട് എന്താ പ്രശ്നം, വോട്ട് വിൻ ചെയ്യണോ സ്ട്രാറ്റജി ആണോന്നും അറിയില്ല. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് എന്തൊരു നല്ല ക്വാളിറ്റിയാണ്. അതൊരു വീടാകുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് എന്താ പറയുക, ഗെയിം എന്നുള്ള സെൽഫിഷ്നെസ് ഇല്ലാണ്ട് കാര്യങ്ങൾ ഇടപെട്ട് സംസാരിച്ച് സോൾവ് ചെയ്യുന്ന നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എനിക്ക് അനുവിനെയും ഷാനവാസിനെയും ക്യാരക്ടർ ഇച്ചിരി നന്നായിട്ട് തോന്നി. അതോ ലാസ്റ്റിൽ എല്ലാവരും ഇപ്പോൾ കുറച്ച് മനുഷ്യന്മാർ 5-6 പേര് അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ഞാനും എനിക്ക് നീയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അടുപ്പായി ഇവർ തമ്മിൽ. ഇവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ബാക്കിയുള്ളൊരു പ്രശ്നം ഇവരുടെ പ്രോബ്ലമായിട്ട് ഇവർ ഏറ്റെടുത്ത ഫീലും ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് എല്ലാവരും പിന്നെ ശിവാംഗിയുടെ പെർഫോമൻസിന് രേണുസുതി അടിപൊളിയായിട്ട് പാട്ട് പാടി. പുള്ളിക്കാരി സൂപ്പർ. അതായത് നെവിൻ തന്നെ പറയുന്നുണ്ട്, ഇത്ര എനർജിയുള്ള ഇത്രയും ഒരു ഇങ്ങനെ ചാടി നടക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ കണ്ടിട്ടേ ഇല്ല, ഇങ്ങനത്തെ ഒരു വ്യക്തിനെ കണ്ടിട്ടില്ല എന്നൊക്കെ നെവിൻ പറയുന്നത് കറക്റ്റാണ്. രേണുസുതി അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ കുറെ ഹേറ്റഡ് കുറഞ്ഞൊരു വ്യക്തി അതാണ്. അതായത് അതിൻ്റെ അകത്ത് പോയിട്ട് പുള്ളിക്കാരിക്ക് അതേ എപ്പിസോഡ് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഉള്ള എപ്പിസോഡിൽ ജെനുവിനായിട്ട് ആരും കുറ്റം പറയാണ്ട് നിന്നൊരു പ്യുവർ സോളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ അകത്ത് കുറ്റം പറയാണ്ടിരിക്കാനും ബാക്കിയുള്ളവരെ ഇങ്ങനെ നെഗറ്റീവാക്കി കാണിക്കാണ്ടിരിക്കാനും ഒരു പ്രത്യേക കഴിവ് വേണം. അതെനിക്ക് തോന്നണില്ലേ, നമ്മൾ കണ്ടസ്റ്റന്റ് ബേബി ഹൗസിൽ പോകുമ്പോൾ നമ്മളൊരു ഗ്യാങ്ങിൽ പെട്ടിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം നമ്മളൊരു ഗ്യാങ്, അവരൊരു ഗ്യാങ്ങും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറ്റം പറയാൻ തോന്നുന്നു. ഒരാളെ പറ്റി കുറ്റം പറയാണ്ടിരിക്കേണ്ടത് ഭയങ്കര വലിയ ക്വാളിറ്റി ആയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. സോ അതിൽ രേണുസുതി ജയിച്ചു. പിന്നെ നെവിനൊക്കെ അത്യാവശ്യം നല്ല നൈസായിട്ട് നിന്നിട്ടുണ്ട്. അക്ബറും അനുവാണ്. അക്ബർ അനുവിനോട് മിണ്ടാൻ, പക്ഷെ അക്ബറിൻ്റെ ഒരു ഗെയിം എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഗെയിമാക്കി അക്ബർ മാറി നിൽക്കരുത് ആക്ച്വലി പറയാനുള്ളത്. അതായത് അക്ബർ അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻ്റാണ്, നല്ല എന്താ പറയുക നന്നായിട്ട് ടാസ്കിൽ കളിക്കുന്ന കണ്ടസ്റ്റൻ്റാണ്, നല്ലൊരു ഗെയിം സ്ട്രാറ്റജി ഉണ്ട്. പക്ഷെ അനുവിൻ്റെ PR പുറത്ത് പ്രവർത്തിക്കണം, അതുകൊണ്ടാണ് വോട്ട് മാറി ഞാൻ ജയിക്കാത്തത് എന്ന് പറയുന്നതിൽ കാര്യമില്ല.
അവനവരുടെ എന്താ പറയുക, അവനവരുടെ സക്സസ് അവനവരുടെ കയ്യിലാണ്. അത് അക്ബർ അനുവിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല. ജനങ്ങൾക്കൊന്നും അനുവിനെ വോട്ട് ചെയ്യാൻ തോന്നി, ഇതിന് മുകളിൽ അക്ബർ വരുന്നത് അക്ബറിൻ്റെ ഒരു ഇതാണ്. അവിടെ വോട്ട് അക്ബർ ബ്ലെയിം ചെയ്യണ്ട. എത്ര നല്ല വ്യക്തിയാണോ ആൾക്കാരെ വോട്ട് പ്രകാരം ബിഗ് ബോസ് പോകുള്ളൂ. PR കൊണ്ട് ഒരു പരിധി വരെ വേണമെങ്കിൽ വോട്ട് പറിക്കാൻ പറ്റും. പക്ഷെ ടോപ്പിലേക്ക് എത്തുന്നതൊക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇത്രയും പേരെ സപ്പോർട്ട് കൂടി വോട്ട് കിട്ടുവാണെങ്കിൽ അത് PR കൊണ്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അനു എന്നുള്ള വ്യക്തി PR വേണ്ടിയിട്ട് ഇത്രയും പൈസ കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. പറഞ്ഞു അനുവിൻ്റെ PR ആക്കും. അനുവിൻ്റെ PR ഒന്നും അല്ല കേട്ടോ, നമ്മൾ പറയാണ്. അപ്പോൾ അങ്ങനെയൊന്നും നടക്കാൻ ചാൻസ് ഭയങ്കര ലീസ്റ്റാണ്. അത്രയും പോസിബിലിറ്റീസ് ഒക്കെ ഭയങ്കര ലീസ്റ്റായിട്ട് വരുന്ന കാര്യമാണ്. അനുവിന് കുറേ ടമാർപ്പാട്ട അങ്ങനത്തെ പ്രോഗ്രാംസ് അല്ല, സ്റ്റാർ മാജിക് അങ്ങനത്തെ കുറേ പ്രോഗ്രാംസുകളുടെ ഇതുണ്ട്, സപ്പോർട്ടുണ്ട്. കുറേ പേർക്ക് അനുവിനെ ഇഷ്ടമാണ്. അനു എന്ന് പറഞ്ഞൊരു ഫെമിലിയർ ഫേസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും പേര് നിൽക്കുമ്പോൾ അനുവിനാണ് വോട്ട് കിട്ടാൻ ചാൻസ് അധികം. കാരണം ഫെമിലിയർ ഫേസാണ്, അവർക്ക് കുറേ കാലമായിട്ട് ഈ ബിഗ് ബോസ് ഓഡിയൻസിന് അവർക്ക് ഫേസ് ഫെമിലിയർ ആണ്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ലൈവ് കണ്ടവർ വരെ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ നൂറയുടെ ആ റീലും കൂടി പബ്ലിക് ആയപ്പോൾ അനുവിന് സപ്പോർട്ട് കൂടി. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് ശരിക്കുള്ള PR എന്ന് പറയുന്നത് ഈ റീ എൻട്രി അടിച്ച കണ്ടസ്റ്റൻസ് ആണ്. ഇവർ ഓരോരുത്തരാണ് അനുവിൻ്റെ വോട്ട് കൂട്ടാൻ ഇപ്പോൾ റീസൺ. ഓക്കെ, എന്തായാലും സത്യം ജയിക്കട്ടെ, അതിലുള്ളതിൽ മികച്ചൊരു പ്ലെയർ ജയിക്കട്ടെ എന്ന് അങ്ങനെ പറയാനുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് സങ്കടവും ഉണ്ടായിരുന്നു. ശിവാംഗി വന്നിട്ടുണ്ടായിരുന്നു. ശിവാംഗിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നെവിൻ പാട്ട് പാടുന്നുണ്ട്, അക്ബർ പാടുന്നുണ്ട്. അക്ബറൊക്കെ അടിപൊളിയായിട്ട് പാടി. പിന്നെ രേണു നന്നായിട്ട് ചെയ്തു അവരുടെ പാർട്ട്. അപ്പോൾ പക്ഷേ എൻഡ് ചെയ്തപ്പോൾ വീട്ടിൽ എന്താ പറയുക, എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. ഇനിയിപ്പോൾ നിനക്ക് ഞാനും എനിക്ക് നീയൊക്കെ ഉള്ളൂ എന്ന് അക്ബർ ഇവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ, നാളെയും കൂടി കഴിഞ്ഞാൽ ഫിനാലെയാണ്. അപ്പോൾ എന്താ പറയുക, ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ജയിക്കട്ടെ അല്ലേ. ഇന്ന് ലക്ഷ്മിയുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. ലക്ഷ്മി ഇതുപോലെ നിന്നിരുന്നെങ്കിൽ കപ്പ് തൂക്കിയാണ്. ആ ഒരു ആദില നൂറയുടെ കാര്യത്തിലാണ് ലക്ഷ്മിക്ക് കൂടുതൽ ഹേറ്റ്രഡ് വന്നത്. ഇന്ന് നിന്ന പോലെ എന്താ പറയുക, കുറച്ചുകൂടി മനുഷ്യന്മാരെ കുറച്ചുകൂടി ഈ എടുത്ത് ചാടാണ്ട് ഈ നമ്മുടെ ഓനിയലിൻ്റെ ഒക്കെ കേസിൽ അതായത് ഒരു ചാൻസ് കിട്ടിയപ്പോൾ ലക്ഷ്മി ഗോൾ അടിക്കാൻ നോക്കിയിരുന്നു ആ ടൈമിലൊക്കെ. പക്ഷെ ഇപ്പോൾ ലക്ഷ്മിയുടെ കണ്ടസ്റ്റൻ്റ് അല്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നി. ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ ലക്ഷ്മിയൊക്കെ ഒരു മികച്ച പ്ലെയറായിട്ട് ടോപ്പിൽ വന്നേനെ. ഓക്കെ, അങ്ങനെ തോന്നി. അപ്പോൾ അത്രയുള്ള ഗൈസ്. പിന്നെ ഇന്ന് വേറെ കാര്യമായിട്ട് നടന്നത്, അനു ഫുൾ കരച്ചിലായിരുന്നു. എപ്പിസോഡ് മൊത്തം അനു ട്രൈങ് ടു പ്രൂവ് എങ്ങനെയെങ്കിലും പുറത്ത് നടക്കുന്നത് കറക്റ്റല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, PR കാര്യങ്ങളൊന്നും ഞാൻ അക്ബറിൻ്റെ ഫാമിലിൻ്റെ കരിവാരെ തേക്കണമെന്നോ അക്ബറിൻ്റെ വോട്ട് മറിക്കണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഒരു പ്രൂവിങ് റിക്വസ്റ്റ് ആയിരുന്നു ഹോൾ വീഡിയോ. എന്നിട്ട് എല്ലാവരും ഇരുന്ന് കേൾക്ക ചുറ്റും കൂടാ അവരൊരു അഭിപ്രായം പറയും. അതിൻ്റെ ഇടയ്ക്ക് ആരെയും വന്നിട്ട് ബെസ്റ്റ് ആക്ട്രസ്സുള്ള അവാർഡ് കൊടുക്കുന്നുണ്ട് അനുവിന്. അത് മോശമായി. ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ആര്യന് ഇഷ്ടപ്പെടും. എനിക്ക് കാര്യം ഇഷ്ടം, പക്ഷെ ഒരാളങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയിട്ട് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് മേ ബി ആയിരിക്കും, പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ജിസേലും അനീഷുമായിട്ടുള്ള കോമ്പൗണ്ട്. അപ്പോൾ ജിസേല് പറയുന്നുണ്ട്, എനിക്കൊരു പെങ്ങളുണ്ടെങ്കിൽ ഞാൻ അനീഷിനെ കെട്ടിച്ചാൽ അത്ര ഇഷ്ടമാണെന്നൊക്കെ. അതൊക്കെ അത്രമാത്രം സത്യമാണെന്നൊന്നും അറിയില്ല. ജെനുവിനായിട്ട് ഇപ്പോൾ എനിക്കതിൽ ഈ റീ എൻട്രി ചെയ്ത സമയത്ത് പല ജെനുവിനായിട്ട് എനിക്ക് തോന്നിയത് രേണു സുധീനെയാണെങ്കിൽ ജെനുവിനായിട്ട് ഫീൽ ചെയ്തത്. ബാക്കിയൊക്കെ ബോയ്സും ഓനിയിലും അഭിലാഷും അപ്പാനിയും വലിയ കുഴപ്പമൊന്നുമില്ല. അവരെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ റോ ആയിട്ട് നിൽക്കാൻ അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു മാസ്ക് എന്താ പറയുക, ഇപ്പോഴും ഒരു ജെനുവിൻ അല്ലാത്തൊരു ഫീല് എനിക്കിപ്പോൾ തോന്നുന്നു. ഔട്ടായവരൊക്കെ ജിസേൽ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ എവിക്റ്റ് ആയത് നന്നായി എന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് അതിലൊരു നല്ല ഹ്യൂമൻ ബീങ് എന്നല്ല, ഗെയിമറാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുറച്ച് നമുക്ക് ഇഷ്ടം ഉണ്ടായിരുന്നത് ജിസേലിനോടായിരുന്നു. അപ്പം അതൊഴിച്ച് ബാക്കി എല്ലാവരും ഓക്കെ പോയത് നന്നായി, അങ്ങനെയൊക്കെ തോന്നി. അപ്പോൾ ഗൈസ്, നല്ലവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ജെനുവിനായിട്ട് നോക്കാം. നിങ്ങൾ ലൈവ് ഞാൻ പറഞ്ഞില്ല, ബിഗ് ബോസ് എന്നുള്ള പരിപാടിയിൽ ലൈവ് കണ്ടിട്ടേ കാര്യമുള്ളൂ. എപ്പിസോഡ് കണ്ടിട്ട് ഒന്നും നമുക്ക് മനസ്സിലാൻ പോകില്ല. എപ്പിസോഡിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തോരം കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്, അതൊന്നും അവർ ആഡ് ചെയ്യില്ല. മേ ബി അത് ആഡ് ചെയ്താൽ നമ്മൾ എന്താ പറയുക, ഇന്ന കണ്ടസ്റ്റൻറ്റ് സപ്പോർട്ട് ചെയ്യുക എന്ന് അവർക്ക് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യാത്തത്.
പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ലൈവിൽ മിസ്സാക്കുന്നുണ്ട്. പക്ഷേ താങ്ക് ഗോഡ് നമ്മുടെ ഇൻസ്റ്റയിലും ഇങ്ങനത്തെ യൂട്യൂബിലൊക്കെ ഇതുപോലത്തെ വീഡിയോസിൻ്റെ പ്രൂഫ് കഷ്ടപ്പെട്ട് ഇവർ ലൈവ് ഇരുന്ന് കണ്ടിട്ട് നമുക്ക് ഇട്ടിരുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ പ്രോഗ്രാമിൻ്റെ വാസ്തവം എന്താണെന്ന് അറിയുള്ളൂ, ആർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് കറക്റ്റായിട്ട് വോട്ട് ചെയ്യാൻ നോക്കുക. നമ്മുടെ ബയസ് മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടി ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നാളെ വേറെ എപ്പിസോഡിൽ വേറെ എന്താ പറയുക, വേറെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അൺടിൽ ദെൻ ബൈ.